അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം ഇങ്ങെത്തി. ഏത് ഞാൻ നാട്ടിൽ പോകുന്ന ദിവസം. വെൽക്കം ബാക്ക് ടു ചാപ്റ്റേഴ്സ് ഓഫ് നദ എപ്പിസോഡ് 2. ഒരിക്കലും പണിയില്ലാത്ത എൻ്റെ ഓഫീസിൽ നിന്ന് പണി കാരണം എനിക്ക് ഇരിക്കാനും നിൽക്കാനും നേരമില്ലായിരുന്നു. ഫൈനലി എൻ്റെ കാത്തിരിപ്പിന് അവസാനം ഇട്ട് ഞാൻ അബുദാബി എയർപോർട്ടിലേക്ക് പോകുന്ന ഗ്ലിംസാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ദുബായിലുള്ളവർക്കറിയാം ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതിനിടെ ഞാനൊരു അബായ എടുത്തിട്ടു. ഇതിലാണ് ഞാൻ എല്ലാവരെയും സർപ്രൈസ് ചെയ്യാനിരിക്കുന്നത്. 10:30 ഫ്ലൈറ്റിന് എന്തിനാടാ ഇത്രയും നേരത്തെ ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഒരിക്കലും ഫ്ലൈറ്റ് മിസ്സാകരുതേ എന്നുള്ള ഒരു പേടി കാരണമാണോ എന്തോ ഐ വാസ് റിയലി എക്സൈറ്റഡ്. മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആപ്പ് യൂസ് ചെയ്തതിനപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡിന് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 2 hours ഞാൻ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ രാത്രി ക്യാമ്പിങ്ങിന് പോവാണ്, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എത്തത്തുള്ളൂ, അപ്പോൾ എന്നെ രാവിലെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു ഹെഡ്സപ്പ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും ഞാൻ എല്ലാ റീൽസിലും കാണുന്ന പോലെ വളരെ ഡ്രീമി ആയിട്ടുള്ള പൊട്ടിക്കരച്ചിലേക്ക് കെട്ടിപ്പിടുത്ത ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബിക്കോസ് എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് എക്സ്പ്രഷൻ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ആളുകളാണ്. ലോഞ്ചിലുണ്ടായിരുന്ന ആ ഒരു 2 hours ഈ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ ആവശ്യത്തിന് എൻജോയ് ചെയ്ത ഫുഡ് കഴിച്ച് ഐ റിയലി എൻജോയ് മൈ സെൽഫ് ഡേ ടൈം. ബട്ട് ഇറ്റ് വാസ് റിയലി കഴിഞ്ഞ ദിവസം ഓഫീസിലിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അതെന്തിനാണ് ഇത് ചെയ്യുന്നത്? ആവശ്യത്തിന് പണിയുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്, അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു നേരവും ആകും, ഇതിനിടയിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പം ഞാനൊന്ന് ചിരിച്ചിട്ട് ഐ റിയലി ലൈക്ക് ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെങ്കിലും പിന്നെ ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ഐ ഗോട്ട് ദി ആൻസർ. ബീങ് പ്രൊഡക്റ്റീവ് ആൻഡ് ബീങ് ബിസി ആർ ബോത്ത് ഡിഫറെൻറ്റ്. തിരക്കാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിലും പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കാര്യം ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അത് ഞാൻ ഇവരോടൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നെനിക്കറിയില്ല. അതൊക്കെ പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഐ ഗോട്ട് മൈ ഫുഡ് ഫ്രം ദി ഫ്ലൈറ്റ്. ഇത് മാത്രമായിട്ട് വേറെ വ്ളോഗായിട്ട് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും അതൊന്നും നടന്നില്ല. സോ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ജസ്റ്റ് ലീവിങ് ഓവർ ഹിയർ. ഐ ഗോട്ട് സം മാക്ക് ആൻഡ് ചീസ് ആൻഡ് എ സാൻഡ്വിച്ച്. ലോഞ്ചിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. സോ ഐ കെപ്റ്റ് സാൻഡ്വിച്ച് അസൈഡ്. സാൻഡ്വിച്ച് ഞാൻ ഓൺ ദി വേ ബാക്ക് ഹോമാണ് കഴിച്ചത്. ഇടയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് എത്തി നോക്കിയപ്പോഴത്തേക്കും കണ്ടു, അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലൈറ്റ് വന്നതും എൻ്റെ ഫോണിൽ എയർടെലിൻ്റെ സിഗ്നൽ കണക്റ്റ് ആയതും എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും കാലം ഞാൻ നോക്കി വെച്ചിരുന്ന ആ ഒരു ദിവസം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഫ്രം ജൂലൈ ഓർ ജൂൺ. നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് ഞാൻ നാടിനോട് ഇത്രയും അറ്റാച്ച് ആയിരുന്നു എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ച്. ഞങ്ങൾ 2 പേരുടെ ഫുഡും കഴിച്ച് പാട്ടും പാടി അവിടെ വരെ എത്തിയതേ അറിഞ്ഞില്ല. 1 വർഷം പോലും തികച്ച് മാറി നിന്നിട്ടില്ലേലും മറ്റേ ഓം ശാന്തി ഓശാനയ്ക്കകത്ത് പറയുന്ന മാതിരി പച്ചപ്പും ഹരിതാപവും ഒക്കെ പറഞ്ഞ് വമ്പൻ തള്ളായിട്ടാണ് ഞങ്ങൾ അവിടെ വരെ എത്തിയത്. കഥകൾ ഒത്തിരി പറയാനുള്ളത് കൊണ്ടാണ് മനഃപൂർവ്വം ലാഗടിപ്പിക്കുന്നതല്ല. വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ പറയാം. ഓക്കെ, ബൈ, താങ്ക് യു.